Ladies and gentlemen, this is Adarsh and welcome to My Gonayadi. So നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഒരു ടോക്സിക് ലവ് സ്റ്റോറിയെ പറ്റിയിട്ടാണ്. ധനുഷ് നമ്മുടെ ഡി അണ്ണന്റെ ഒരു ടോക്സിക് ലവ് സ്റ്റോറി ഇപ്പൊ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തേരെ ഇഷ്കുമേൻ നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ ഈ സിനിമ കാണാൻ കുറെ റീസൺ ഉണ്ട്. ഇതിന്റെ കാസ്റ്റ് കിടുവാണ്. ധനുഷ് ഉണ്ട്, പ്രകാശ് രാജ് ഉണ്ട്, കൃതി സാനൻ ഉണ്ട്, പിന്നെ AR റഹ്മാൻ മ്യൂസിക്കലാണ്. പക്ഷെ അതൊന്നും അല്ല പ്രൈം ഫാക്ടർ. ധനുഷ് ആനന്ദ് റായ് കൊളാബറേഷൻ. സോ ഇവരുടെ ആദ്യത്തെ കൊളാബറേഷനിൽ ഇറങ്ങിയത് ഒരു ക്ലാസിക് പടമാണ് റാഞ്ചന. ആ സിനിമ കണ്ടിട്ട് കുറെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സിനിമ ഇരുന്ന് കണ്ട്. ഇവരുടെ അതിറങ്കി റേയും ഇവരുടെ മറ്റൊരു കൊളാബറേഷൻ ആയിരുന്നു. ദാറ്റ് വാസ് ഓൾസോ എ നൈസ് ഫിലിം. സോ ഈ സിനിമ ഒരിക്കലും ഒരു മോശം പടമല്ല. ദിസ് ഇസ് നെവർ എ ബാഡ് ഫിലിം. ദിസ് ഇസ് എ വെരി നൈസ് ഫിലിം. സോ പലരും പലതും പറയും ആൻഡ് ഐ ഡോണ്ട് കെയർ എ ഫ്രീക്ക്. അതന്നെ ആയിരിക്കണം നിങ്ങളുടെ ഒരു തോട്ടും. യു ഷുഡ് നെവർ കെയർ അബൌട്ട് വാട്ട് അതർ പേഴ്സൺസ് ആർ സേയിങ്. ഒപ്പീനിയൻസ് ആർ ലൈക്ക് ആസോൾസ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എവ്രിബഡി ഹാസ് വൺ. സോ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. അത് കണ്ടിട്ട് സിനിമ കാണണോ വേണ്ടേ തീരുമാനിക്കരുത്. അവനവൻ വിചാരിക്കണം ഏത് സിനിമ കാണണം ഏത് സിനിമ കാണണ്ടാന്ന്. സോ ഈ സിനിമ റാഞ്ചന ആ ഒരു ലെവലിലുള്ള പടമല്ല. അത് മനസ്സിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി എ വെരി നൈസ് ഫിലിം. യൂഷ്വലി എല്ലാ ലവ് സ്റ്റോറീസ് കണ്ടാലും ഞാൻ ഈ ചെറിയ പിള്ളേരെ പോലെ ഇരുന്ന് കരയും. ലോലനാണ് ഞാൻ. അത് പറയാൻ എനിക്കൊരു നാണക്കേടും ഇല്ല. എന്നാൽ ഈ സിനിമ കണ്ടപ്പോ എനിക്ക് ചില സീൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ആ ഒരു കരച്ചിലൊന്നും വന്നില്ല. ഇതിലൊരു സീൻ ഉണ്ട് മോനെ, ഒരു ക്രോസ് ഓവർ സീൻ ഉണ്ട്. യൂണിവേഴ്സും പരിപാടിയൊന്നുമല്ല. റാഞ്ചന സിനിമയിലെ ഒരു ക്യാരക്ടർ ആയിട്ടൊരു ക്രോസ് ഓവർ ഉണ്ട്. അത് വന്നപ്പോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയപ്പോ ഭയങ്കര ഒരു പെയിൻ ഫീൽ ചെയ്തു. ലിറ്ററലി ഐ ആം ഷോർട്ട് ഓഫ് വേർഡ്സ്. ആ ഒരു ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര സഫക്കേറ്റിംഗ് ഫീലിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. അറിയാലോ, ആനന്ദ് റായ് ധനുഷ് സിനിമയിൽ ഒരിക്കലും നമ്മളൊരു ഹാപ്പി എൻഡിങ് പ്രതീക്ഷിക്കരുത്. സോ ഇത് ഹാപ്പി എൻഡിങ് ആണോ അല്ലേന്ന് നിങ്ങൾ സിനിമ കണ്ട് തീരുമാനിക്കാം. സോ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 20 മിനിറ്റ് കിഡു സാധനമായിരുന്നു. ലിറ്ററലി കിഡു സാധനമായിരുന്നു. അതായത് ധനുഷ് ഒരു എയർഫോഴ്സ് പൈലറ്റ് ആണ്, തേജസ് ആണ് അങ്ങേര് ഓടിക്കുന്ന ഫൈറ്റർ ക്രാഫ്റ്റ്. അങ്ങനെ കിഡു ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് കൃതീസാണ് വരുന്ന ഒരു സീനിൽ അണ്ണന്റെ കണ്ണ് നിറയുന്ന സീനൊക്കെ ഉണ്ട്. അയ്യോ, കിഡു പെർഫോമൻസ്. ധനുഷ് ഇതില് പ്രസന്റ് ചെയ്തിരിക്കുന്നത് ഒരു തമിഴ് ഗായിയായിട്ടാണ്. ആള് ജനിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ്, പിന്നെ ഇവിടെ വന്ന് സെറ്റിലായി. അതുകൊണ്ട് തന്നെ ധനുഷിന്റെ ഹിന്ദി അത്ര ഫ്ലുവന്റ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ അതിന് അവര് പ്രോപ്പർ ആയിട്ട് ജസ്റ്റിഫിക്കേഷൻ തരുന്നുണ്ട്. ദാറ്റ്സ് നോട്ട് എ ബിഗ് ഇഷ്യൂ. പക്ഷെ അണ്ണൻ എപ്പോ തമിഴ് സംസാരിക്കണോ ആ സമയത്ത് ഇമോഷണൽ സീൻസ് ഒക്കെ പെട്ട സാധനമായിരുന്നു. ശ്രീ ധനുഷ് കൃതി സാനൻ അവരൊരു കെമിസ്ട്രി നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ആദ്യം കുറച്ച് പ്രസന്റ് പോർഷൻ കാണിക്കും, പിന്നെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകും. ആൻഡ് AR റഹ്മാൻ മ്യൂസിക്കൽ, അങ്ങേരുടെ പാട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ചില സ്ഥലത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇവൻ ദാറ്റ് വാസ് വെരി നൈസ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഭയങ്കര ഇമോഷണൽ ആയിട്ടിരിക്കുന്ന ചില സീൻസിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ല. അതുകൊണ്ട് തന്നെ ചില സീൻസിലൊന്നും ആ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല. 2.25 മണിക്കൂർ ഉണ്ട് ഈ പടം. പക്ഷെ ഒരു സീനിൽ പോലെ എനിക്കിത് ബോറിംഗ് ആയിട്ടോ ലാഗ് ആയിട്ടോ ഒന്നും തോന്നിയതൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ ഇമോഷണൽ സീൻസിൽ ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ല. അതൊരു ട്രൂ ഫാക്ട് ആണ്. ധനുഷ് കൃതി സാനൻ അവരുടെ ഒരു കോമ്പിനേഷൻ നല്ല രസമായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയാം. പാട്ടും ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഇവരുടെ പെർഫോമൻസും വെരി നൈസ്. സോ കൃതി സാനൻ, കൃതിയുടെ ഈ എന്താണ് മിമിയ അങ്ങനെ ഏതൊരു പടമുണ്ട്. അതേപോലെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഷാഹിദ് കപൂറിനൊപ്പം ഒരു റോബോട്ട് ആയിട്ട് വരുന്ന ഒരു പടമുണ്ട്. അങ്ങനെ കുറച്ച് അടിപൊളി പടങ്ങൾ ആള് ചെയ്തിട്ടുണ്ട്. മറ്റെന്താണ് ദോ പട്ടീന അങ്ങനെ ഏതൊരു പടമുണ്ട്. അതൊന്നും എനിക്ക് പേഴ്സണലി വർക്കായില്ല. ബാക്കി ഈ ഇടയ്ക്ക് ഇറങ്ങിയ ആളുടെ സിനിമാസ് ഒക്കെ അത്യാവശ്യം നല്ല നല്ല പടങ്ങളാണ്. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആ ഷാഹിദ് കപൂറിന്റെ പടം കണ്ടിട്ടില്ലാത്തവരാണെന്ന് വെച്ചാൽ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്. അത് വളരെ നല്ലൊരു പടം. ഇവരെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ചില സമയത്ത് ഡയലോഗ്സ് കുറച്ച് ഓവർ ഡ്രമാറ്റിക് ആയോ എന്ന് വരെ എനിക്ക് ഡൗട്ടായി. ഞാൻ ഇതിന്റെ ഒറിജിനൽ വേർഷൻ ഹിന്ദിയാണ് കണ്ടത്. സി ഐ എം ക്വൈറ്റ് ഗുഡ് അറ്റ് വാച്ചിങ് ഫിലിംസ് വിത്ത് സബ് ടൈറ്റിൽ കിട്ടിയ ഏത് ലാംഗ്വേജ് ആണെങ്കിൽ ഞാൻ കാണും. അപ്പൊ ചില സമയത്ത് ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ കുറച്ച് ഡ്രമാറ്റിക് ആയി പോയോ തോന്നി. അല്ലാതെ ഇത് ഒരിക്കലും ഒരു അപരാധമല്ല. പലരും പറയുന്ന പോലെ ഇത് അപരാധമാണ്. സയ്യാരെ വെച്ചിട്ടൊക്കെ ഈ സിനിമയെ കമ്പയർ ചെയ്യുന്നത് ഞാൻ കണ്ടു. വാട്ട് നോൺസെൻസ് ഓർ വാട്ട് റബീഷ്. പേഴ്സണലി എനിക്ക് സയ്യാര ഒരു പ്യുവർ അപരാധമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് പട്ട്. പക്ഷെ കമ്പയറിംഗ് ടു റാഞ്ചന ദീസ് മൂവീസ് ആർ മൈൽസ് അപ്പാർട്ട് എന്ന് ഞാൻ പറയുള്ളൂ. ചില സീൻസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയി എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഒരു സമയത്ത് കൃതി സാനന്റെ ഒരു ഇതുണ്ട്, നമുക്ക് കൊട്ടുക്കാൻ തോന്നുന്നു ഒരു അടി. അജാതി ഒരു സീൻ ഉണ്ട് ഇതിൽ. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടുപേരും ഇതിൽ തെറ്റുകാരാണ്. നമുക്ക് ഒരാളെ മാത്രം കുറ്റം പറയാനൊന്നും പറ്റില്ല.
ദിസ് ആക്ച്വലി ടോക്സിക് ഫിലിം. സോ ടോക്സിക് ലവ് സ്റ്റോറീസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ദിസ്. അല്ല ഞങ്ങൾ അങ്ങനത്തെ പടങ്ങളൊന്നും കാണില്ല, ഞങ്ങൾ പ്യുവർ ലവേ കാണുള്ളൂ, മറ്റേ പ്രേമ ഞങ്ങൾ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ യു ഷുഡ് സ്റ്റേ അവേ എന്ന് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇത് വളരെ നല്ലൊരു സിനിമയാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഓവറോൾ അറിയാം ഇത് പ്രെഡിക്റ്റബിൾ ആണ്, ഇത് ഇങ്ങനെ പോകേണ്ടത് എങ്ങടാ പോണെന്നൊക്കെ. ഒരു അലവലാതി മൾട്ടിപ്പിൾ തന്തയുള്ള ഒരുത്തൻ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് അതിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തിട്ടിരിക്കുക. ഞാൻ ഈ റീൽസ് കാണുന്ന സമയത്ത് അറിയാതെ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഓൾറെഡി എനിക്ക് ഇതിന്റെ ക്ലൈമാക്സിൽ എന്താ ഉണ്ടാവണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ സീൻ എത്തിയ സമയത്ത് ഞാൻ വിചാരിച്ചു അയ്യോ ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടില്ല എന്ന്. സ്റ്റിൽ എന്റെ കണ്ണൊക്കെ നിറഞ്ഞു. പ്രകാശ് രാജ് കിടു പെർഫോമൻസ് ആയിരുന്നു. ഈ പ്രകാശ് രാജ് ധനുഷ് കോംബോ, അച്ഛൻ മകൻ കോംബോ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി നെഗറ്റീവായി തോന്നി ഒന്ന് ഇതിന്റെ ഡ്യൂറേഷൻ, ചില സ്ഥലത്തുള്ള ഇമോഷണൽ കണക്ഷൻ കിട്ടിയിട്ടില്ല, ചിലവരുടെ ഡയലോഗ്സ് കുറച്ചും കൂടി ഡ്രാമാറ്റിക് ആയി തോന്നി. റാദർ ദാൻ ദാറ്റ് ഐ ഫൈൻഡ് ദിസ് ആസ് എ വെരി നൈസ് ഫിലിം. സോ വേണ്ടവർ കണ്ടു നോക്കുക, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ.